ശ്രീ എസ് ജയസൂര്യൻ ഇവിടെ അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ, അങ്ങേയറ്റം അപരമത വിദ്വേഷം നിറഞ്ഞ, പച്ചക്കള്ളങ്ങൾ നിറഞ്ഞ, അവാസ്തവങ്ങൾ നിറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും സാധാരണക്കാരനല്ല, ഒരു സംസ്ഥാനത്തെ BJP-യുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. ആ മന്ത്രി പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണെന്ന നിലപാട് കേരളത്തിലെ BJP-ക്ക് ഉണ്ടോ ശ്രീ ജയസൂര്യൻ? ഇവിടെ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ അപരമത വിദ്വേഷം എന്താണെന്ന് വ്യക്തമല്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശരിയാണ്. കാരണം പാകിസ്ഥാനിൽ കാണുന്ന തീവ്രവാദ നിലപാടുകൾക്കെല്ലാം പാകിസ്ഥാനെ പോലെ തന്നെ പിന്തുണ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിലുള്ള തീവ്രവാദത്തിനെ സ്വാഗതം ചെയ്യുന്നോ, പിന്തുണയ്ക്കുന്നോ, ആഘോഷമാക്കി മാറ്റുന്നോ, അതൊക്കെ തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ പരാമർശം കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ കേരളത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുകയാണ് വേണ്ടത്. കേരളത്തിൽ ഏത് ഭീകര പ്രസ്ഥാനത്തിനും പിന്തുണ കിട്ടും. ലോകത്തെവിടെ ഭീകരവാദികൾ ബോംബ് പൊട്ടി മരിച്ചാലും അതിന് പിന്തുണയുമായിട്ട് ഇവിടെ മാധ്യമങ്ങൾ വരെ രംഗത്തിറങ്ങും. ഇവിടെ പ്രകടനങ്ങൾ നടത്തും, റാലികൾ നടത്തും. അങ്ങനെ അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ, രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആ രീതിയിലാക്കി തീർത്തിട്ടുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം. അതായത് ഇവിടുത്തെ LDF-ഉം UDF-ഉം ഇവിടുത്തെ മാധ്യമങ്ങളുമെല്ലാം അതിനെ മഹത്വവൽക്കരിക്കുമ്പോൾ കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന നാരായണ റാണയുടെ വെളിവുകെട്ട വാക്കുകൾ സംസ്ഥാന BJP സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അങ്ങനെ തന്നെയാണ്, കേരളം മിനി പാകിസ്ഥാനാണ് അല്ലേ ജയസൂര്യൻ? വെളിവുകെട്ട എന്നുള്ളത് താങ്കളുടെയോ താങ്കളുടെ ചാനലിൻ്റെയോ അഭിപ്രായമായിരിക്കാം. ഞാനത് തിരുത്തുന്നു. വെളിവ് കെട്ടതല്ല, യാഥാർത്ഥ്യം, സത്യം അദ്ദേഹം പറഞ്ഞു, അത്രമാത്രമേ ഉള്ളൂ. മിനി പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ ഒരു BJP-ക്ക് നാണമുണ്ടോ ജയസൂര്യൻ? വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി, അപ്പൊ സംസ്ഥാന BJP പറയുകയാണ് ഇത് മിനി പാകിസ്ഥാൻ. സംസ്ഥാന BJP സ്ഥിരീകരിക്കുന്നു. ഈ പറഞ്ഞ റാണയ്ക്ക് പൂർണ്ണ പിന്തുണ സംസ്ഥാന BJP നൽകുകയാണ്. അത് ജയസൂര്യൻ എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന BJP ആ നിലപാടിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. കേരളം മിനി പാകിസ്ഥാനാണെന്ന് കേരളത്തിലെ BJP പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശത്രുരാഷ്ട്രമല്ലേ BJP? പാകിസ്ഥാൻ ആണ് ശ്രീ ജയസൂര്യൻ. അപ്പോൾ കേരളം ശത്രുരാഷ്ട്രത്തോട് തുല്യമാണ് എന്ന BJP നിലപാട് താങ്കൾക്കുമുണ്ട്. അങ്ങനെ ശത്രുരാഷ്ട്രത്തോട് തുല്യമായ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ സംഘടന എന്നുള്ള നിലയ്ക്ക് BJP-ക്ക് ഉളുപ്പുണ്ടോ ജയസൂര്യൻ? അതിന് ഉളുപ്പല്ല വേണ്ടത്, അഭിമാനമാണ് വേണ്ടത്. കാരണം ശത്രു രാജ്യത്തിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള കേരളത്തിൽ പ്രവർത്തിച്ച് അതിനെ മാറ്റിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യം BJP-ക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഉളുപ്പല്ല, ആത്മാഭിമാനവും ആത്മവിശ്വാസവുമാണുള്ളത്. അവിടെ ഉളുപ്പിന്റെ ആവശ്യമില്ല. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആ തീവ്രവാദ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരാണ്. നമ്മുടെ കാലാകാലങ്ങളിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, നമ്മുടെ സൈനികരെ കൊന്നൊടുക്കുന്ന, നമ്മുടെ അതിർത്തികളിൽ നിരന്തരം സംഘർഷം ഉണ്ടാക്കുന്ന ഒരു നമ്മൾ ശത്രുരാജ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അല്ലേ ശ്രീ ജയസൂര്യൻ? ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനത്തെ ആ ശത്രുരാജ്യമായി കമ്പയർ ചെയ്യുന്ന നിലപാടിനോട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന BJP യോജിക്കുകയാണ് അല്ലേ ജയസൂര്യൻ? എങ്ങനെ യോജിക്കാതിരിക്കും? ഈ കേരളം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഉള്ള പാകിസ്ഥാൻ അനുകൂലികളെ പോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന, പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭീകരവാദ നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്ന എത്രയേറെ സംഘടനകളാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ MP ആണോ കൊടുത്തിട്ടില്ലേ? അതായത് PFI ഉണ്ട്, SDPI ഉണ്ട്. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ MP ആണോ? PFI ഉണ്ട്, SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, INL ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്, സിമി വരെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും പാകിസ്ഥാൻ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ജയസൂര്യൻ, സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ ഒരു MP ആണോ? സുരേഷ് ഗോപി മാത്രമല്ലല്ലോ, 29 MP-മാർ ഈ മിനി പാകിസ്ഥാനകത്തുണ്ട്. 29 MP-മാര്, 20 പേര് ലോക്സഭയിലും 9 പേര് രാജ്യസഭയിലും. സുരേഷ് ഗോപി ഈ മിനി പാകിസ്ഥാനിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? അപ്പൊ തിരുത്തണ്ടേ? BJP-യുടെ ഒരു MP മിനി പാകിസ്ഥാനിൽ BJP-ക്ക് ഒരു MP. ശ്രീ ജയസൂര്യൻ, താങ്കൾ പറയുന്നതിൻ്റെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് മനസ്സിലായിട്ടാണോ താങ്കൾ പറയുന്നത്? അപ്പോൾ BJP-യുടെ ഒരു MP മിനി പാകിസ്ഥാനിലെ ഒരു MP ആണ് സുരേഷ് ഗോപി എന്ന് താങ്കൾ അഭിമാനത്തോടെ പറയുകയാണ്. സുരേഷ് ഗോപി മിനി എന്ന് കൊടുക്കോ? ഒരു ബ്രേക്ക് കൊടുക്കോ? ഒരു ബ്രേക്ക് കൊടുക്കോ? അതായത് BJP MP സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ MP ആണെന്ന് BJP നേതാവ് S ജയസൂര്യൻ കൊടുക്കോ? അത് ബ്രേക്ക് കൊടുക്കേണ്ട വലിയ വാർത്തയാണ്. അങ്ങനെ കൊടുക്കരുത്.
ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങ് വളച്ചൊടിക്കാതെ ഹാഷ്മി താങ്കൾ പറഞ്ഞോ? ഭംഗിയായിട്ട് മലയാളം പറയാൻ എനിക്കറിയാം. അയ്യോ, ഞാൻ അങ്ങനെ അങ്ങ് വളച്ചൊടിക്കാതെ ഞാൻ എടുത്തു ചോദിച്ചാ 29 എംപിമാർ ഈ കേരളത്തിലെ 29 എംപിമാർ മിനി പാകിസ്ഥാനിലെ എംപിമാരാണ്. കേരളത്തിലെ 29 എംപിമാർ മിനി പാകിസ്ഥാനിലെ എംപിമാരാണ്. കൊടുക്ക്. ഓക്കെ, അപ്പോ കേരളത്തിലെ 20 എംപിമാർ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ബി.ജെ.പി പ്രവർത്തിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ്. കൊടുക്ക്. അപ്പൊ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ സംസ്ഥാന ബി.ജെ.പി പ്രവർത്തിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ പി കെ നവാസ് വ്യക്തമായില്ലേ? മിനി ശരി, പാകിസ്ഥാനായിട്ടുള്ള കേരളത്തിൽ തന്നെയാണ്. ഓക്കെ, ഡൺ.